ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ എനർജി നോക്കിയിട്ട്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ എനർജിയുമായിട്ട് ഈ ഒരു റീഡിങ്ങിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നൈറ്റ് ഓഫ് വാണ്ട്സ്, 9 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സോൾസ്, ചാരിയറ്റ്, 2 of wands, queen of wands, 6 of swords, 3 of swords, 9 of wands, 6 of cups, 3 of wands, 10 of wands, full energy, 6 of wands, 5 of pentacles, empress, judgment, 2 of cups, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 10 of pentacles ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ കറണ്ട് എനർജി നമുക്ക് ആദ്യമേ തന്നെ പറയാം. ഇവിടെ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് വലിയ ഒരു ദുഃഖത്തിന്റെ ഭാരവും പേറിയാണ് നിങ്ങളുടെ യാത്ര. ഇപ്പോഴും ആ ഒരു കാര്യങ്ങളെക്കുറിച്ച്, പാസ്റ്റിൽ നടന്നിരിക്കുന്ന ആ ഒരു വേദനകളെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും നിങ്ങൾ പലരും ലൈഫിൽ സ്റ്റക്കാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പോഴും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ ആ ഒരു ഓട്ടം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫലം അതിൽ ലഭിക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ അതിന്റെ പുറകെ തന്നെയാണ്. പുറകെ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനകളിലൂടെ, മാനിഫെസ്റ്റേഷനിലൂടെ, അതുപോലെ തന്നെ പ്രാക്ടിക്കലി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിരന്തരമായിട്ട് ലൈഫിൽ നിരാശകള് കാര്യങ്ങളാണ് നേരിടേണ്ടതായിട്ട് വരുന്നത്. കാരണം എത്രത്തോളം ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിച്ച രീതിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം, നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ സമ്പത്തോ കാര്യങ്ങളോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആയിരിക്കാം. ജോലി നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ജോലി ആഗ്രഹിച്ചതുപോലെ കിട്ടാതിരിക്കുകയോ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന നഷ്ടമാണ്. മനസ്സ് ഒരുപാട് നീറി കരയുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു വ്യക്തിക്കായിട്ടുള്ള കാത്തിരിപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ രണ്ട് എനർജിയും ഇവിടെ കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അതായത് ഒന്ന് എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു നഷ്ടം കാര്യങ്ങളൊക്കെ നികത്താൻ, ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ട് നിങ്ങൾ അതിന് പുറകെ ഓടുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വേണം എന്ന ആഗ്രഹത്തോടു കൂടി അതും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രണ്ടും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിരാശകരായിട്ട് തന്നെ നിങ്ങൾ stuck ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു
ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ നിരാശ ഒരുപാട് നേരിടേണ്ടതായിട്ട് വരുമ്പോ ജീവിതത്തിൽ തന്നെ ഒരു നീതി ലഭിക്കണം, തനിക്ക് ഇനിയെങ്കിലും ഒരു നീതി വേണം എന്ന ആഗ്രഹത്തോടു കൂടി, പക്ഷെ ഈ ഒരു ഫീലിങ്സ് ഒന്നും പുറത്തേക്ക് കാണിക്കാതെ ഇമോഷൻസ് നല്ല രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. തകർച്ചയിലാണെങ്കിലും അത് മറ്റുള്ളവർ അറിയണ്ട. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്വാർത്ഥമായ തീരുമാനമായിരിക്കും. സ്വാർത്ഥമായ തീരുമാനം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അറിഞ്ഞിട്ട് എന്തിനാണ്? പ്രത്യേകിച്ച് ഗുണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്തിന് മറ്റുള്ളവർ അറിയണം എന്നുള്ള രീതിക്ക് ഉള്ളിൽ ഒതുക്കി മുന്നോട്ടേക്ക് കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു കഴിഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന നഷ്ടം, ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ദുഃഖവുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനൊരു മാറ്റങ്ങൾ ഇനിയെങ്കിലും സംഭവിക്കണം. സമാധാനപരമായിട്ട് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് ലൈഫ് മാറണം തനിക്ക് എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങളുടെ കറന്റ് എനർജി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായ ഒരു ലോ എനർജിയിലൊന്നും അല്ല നിങ്ങൾ നിൽക്കുന്നത്. കുഴപ്പമില്ലാതെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു കംഫർട്ട് സോൺ നോക്കി നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പൊ യൂണിവേഴ്സ് ആദ്യമേ തന്നെ നമുക്കിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഗൈഡൻസ് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കേണ്ട വ്യക്തികളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്. പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നടക്കുകയാണ്. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് തന്നെ നിൽക്കൂ. യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്കുള്ള യാത്ര, അതിന് നിങ്ങൾ തയ്യാറെടുത്തോളൂ എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളിവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേദനകൾക്ക്, അനുഭവിച്ച് തീർത്തിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഹൃദയം ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണ്. വിശ്വസിച്ച പല വ്യക്തികളിൽ നിന്നും ഒരുപാട് ചതി കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ സമ്പത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് ആണ് ലഭിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധിയാണ് കടന്നു വരാൻ പോകുന്നത്. നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന 10 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് സമ്പൽ സമൃദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ലൊരു ഗ്രോത്ത് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ഫാമിലി എനർജി കൂടെയാണ്. ഒരു ഒന്നുചേരല്, ഫാമിലി എന്ന് പറയുമ്പോഴേക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിക്ക് മാത്രമല്ല, സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഒന്നുചേരലാണ്. ആ ഒരു ഒന്നുചേരലില് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഗ്രോത്ത് കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം പണം കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പണം എന്ന് പറയുമ്പോൾ പൂർവിക സ്വത്തുക്കളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള വ്യക്തികളാണോ? ഇനി പൂർവിക സ്വത്ത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ എന്താ പറയാ, ഒരു വീടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ ഒക്കെ വിറ്റിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിറ്റുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അത് വിൽക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അങ്ങനെ സമ്പത്ത് കിട്ടാനുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ stuck ആണെന്നുണ്ടെങ്കിൽ, അതൊന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വിൽപ്പന നടത്താൻ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സമ്പത്ത് കൈകളിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ഭാഗ്യപരീക്ഷണത്തിന്റെ എനർജിയും കൂടിയാണ്. നിങ്ങൾ ഭാഗ്യപരീക്ഷണം എന്ന് പറയുമ്പോൾ ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അർഹതപ്പെട്ട രീതിയിലുള്ള സമ്പത്ത് തന്നെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിന് വേണ്ടി, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രം വരുന്നില്ല, നിങ്ങൾ പ്രാക്ടിക്കലി അതിന് ശ്രമിക്കുകയും കൂടെ വേണം. ലോട്ടറി എടുക്കാതിരുന്നിട്ട് ലോട്ടറി അടിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ അങ്ങനെയല്ല, ശ്രമിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്ക് ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉയർച്ച കൈവരാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള സാധ്യതകൾ. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരുമിച്ചൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അകന്നു പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ലൈഫിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ ഇവിടെ പെന്റക്കിൾ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് നിരാശ അനുഭവിച്ച് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങൾ മുന്നോട്ടേക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷൻ, നിങ്ങൾക്ക് ഒരു ജോലി ചിലപ്പോൾ ഉണ്ടായിരിക്കാം, വേറെ ജോലികളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം, എന്നാൽ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ചുള്ള ജോലി ആയിരിക്കില്ല.
ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കുതിച്ചു പായാനായിട്ട് പോവാണ്. കുതിച്ചു പായുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതോടൊപ്പം യൂണിവേഴ്സൽ മദറിന്റെ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു ബന്ധത്തിന്റെ ഒന്നുചേരല് എന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ദ്രവ്യങ്ങള് സ്വർണ്ണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളോ കാര്യങ്ങളോ വാങ്ങിയിട്ട് തരാതിരിക്കുകയോ ചീറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ഒരു വിജയമാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ കോർട്ട് വഴിയുള്ള കേസുകളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നവരാണ്, അനുകൂലമായിട്ട് ഇതുവരെ ഒരു വിധി വന്നിട്ടില്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ അതനുസരിച്ച് കണക്ട് ചെയ്യാം. കാരണം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതകളുണ്ട്. ഒരു വിജയമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എന്തിന്റെ പുറകെ ആണോ ഓടിക്കൊണ്ടിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്കുള്ള ഓട്ടത്തിലാണ്. അതായത് നിങ്ങൾ അത് ഒരുപാട് ഓടി ക്ഷീണിച്ച് ഇപ്പോൾ tired ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തിന്റെ പുറകെയാണോ ഓടിയത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് attract ആവുകയാണ് ആ positive ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് കാര്യം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ നോക്കി നിൽക്കുന്നവരാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യണം. കാരണം ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടേതായ കഴിവിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നിങ്ങൾ അത് ശ്രമിക്കുന്നില്ല. ഇതൊക്കെ തന്നെ മതി എന്നൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ്. ഇവിടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കരച്ചിൽ കൺട്രോൾ ചെയ്യുക അതല്ല. മനസ്സുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും സാഹചര്യങ്ങളും മറ്റൊരാളിലേക്കും അറിയിക്കാതെ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം മറ്റുള്ളവരെ അറിയിച്ചിട്ടും കാര്യമില്ല. എൻ്റെ വേദനകള് ഞാൻ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവിടെ നിന്നും എനിക്കൊരു നീതി ലഭിക്കും എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഉറച്ച വിശ്വാസം, അതിനാണ് ഇവിടെ വിജയം കൈവരിക്കാൻ പോകുന്നത്. ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ്, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളിൽ പൂർണ്ണമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികപരമായ പല കാര്യങ്ങള് നിങ്ങളിലേക്ക് കണക്ട് ആവാൻ പോകുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒത്തിരി സ്നേഹിച്ച ഒരു വ്യക്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതിലൊരു വിജയവും കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് അതിലൊരു കോംപ്രമൈസ് ഉണ്ടാകും. ആ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് പരസ്പരമുള്ള ആ ഒരു കണക്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പാണ്. വീണ്ടും നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീതിപൂർവം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കിക്കൊണ്ട് ഒരു forgiveness നടത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതും ആ ഒരു പഴയ ബോണ്ടിങ്ങിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് അവർ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ആ ഒരു വ്യക്തിയിൽ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും പാസ്റ്റിലേക്ക് ഓർമ്മകൾ പോകുന്നുണ്ടെങ്കിലും എന്തും വരട്ടെ ഞാൻ മുന്നോട്ടേക്ക് പോകുമെന്നുള്ള രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കംഫർട്ട് സോൺ നോക്കിയാണ് നിങ്ങൾ അത് ചിന്തിക്കുന്നതെന്ന് മാത്രം. എന്തും വരട്ടെ എനിക്കിത് മുന്നോട്ടേക്ക് വേണം, പക്ഷെ ഇങ്ങനെയൊക്കെ മതി, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മതി, ഒരുപാട് കൂടുതലൊന്നും എനിക്ക് വേണ്ട. ആ ഒരു മെന്റാലിറ്റിനെ നിങ്ങൾ ആദ്യം എടുത്ത് മാറ്റുക. കാരണം എത്രത്തോളമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രത്തോളം നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ പുറകോട്ടേക്ക് പോകരുത്. ഒന്ന് വേണ്ടത് ട്രസ്റ്റ് ആണ്. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള മനസ്സാണ്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവാൻ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം വരുന്നത്. ഇവിടെ നമുക്കൊരു നൊസ്റ്റാൾജിയ എനർജി വന്നിട്ടുണ്ട്. നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും, അതായത് നമുക്ക് ഈ ഒരു സ്പ്രെഡ് കണക്ട് ആവുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്കൊരു നല്ല കാലം നേരത്തെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ ജീവിതമൊക്കെ എനിക്ക് തിരികെ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾക്ക് നീതി ലഭിക്കും. ആ ഒരു പഴയത് എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊരു നീതി ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു പുതിയ ചാപ്റ്റർ ആണ്. ആ ഒരു പുതിയ ചാപ്റ്ററിലൂടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സന്തോഷം, സമൃദ്ധി, റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ ഗ്രോത്ത്, സമാധാനം എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയാണ്. ഒരു വിജയം തന്നെയാണ് നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു ചുമന്ന് നടന്നിരുന്ന ആ ഒരു വേദനകള്, മനസ്സിന്റെ ഭാരം, അതെല്ലാം നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. ഇതുവരെ സമർപ്പിക്കാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനർജി ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനകളെല്ലാം നിങ്ങൾ ഇറക്കി വെക്കുക. കാരണം ഇവിടെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും. പൂർണ്ണമായിട്ടും ഒരു പരിവർത്തന സ്റ്റേജിലാണ് നിങ്ങൾ. ജീവിതത്തിൽ തന്നെ ഒരുപാട് നരകയാതനകളിലൂടെ, ഒരുപാട് എന്താ പറയാ ചതിക്കപ്പെട്ട അവസ്ഥകളിലൂടെ ഒക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അവസരങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച അവസരങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്ന സമയമാണിത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ എനർജീനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഒരു കംഫർട്ട് സോണിൽ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു സംശയം, എനിക്കത് ലഭിക്കുകയോ വേണ്ടേ ഇല്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്കൊന്നും പോവാതെ പൂർണ്ണമായിട്ടും ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് വരിക. അതിനുശേഷം ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോണ്ടിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. ബോണ്ടിങ് എന്ന് പറയുമ്പോഴേക്കും ഒന്ന് നമുക്ക് തന്നെ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു സെൽഫ് ലവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ആവുമെന്ന് പറയുന്നത് പോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച് മാറി പോയിരിക്കുന്നത്, ഇനിയിപ്പോ വേദനയൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മുഖേന നിങ്ങൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാഗത്താണോ ന്യായം? അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജഡ്ജ്മെന്റ് എനർജി തന്നെയാണ്. നീതി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിക്കാണ് ഈ ഒരു സ്പ്രെഡ് വരുന്നത്. അർഹമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വന്നു ചേരാനായിട്ട് പോവാണ്. കാരണം നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ലഭിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, സ്ട്രഗിളിംഗ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പൂർവിക സ്വത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഗ്രോത്ത് മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ജോലിയുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ, ജോലി മാത്രമല്ല, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അതിപ്പോ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് ആരും പണം ഒന്നും തരാനില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ചില പണങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ ആരോടെങ്കിലും പണം ചോദിച്ചിട്ട്, കടമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ആവശ്യം വന്നപ്പോൾ ചോദിച്ചിട്ട് നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ല എന്ന് കരുതുക. അതും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കേജസ് ഇവിടെ മാറുകയാണ്. മണി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ അത് സോൾവ് ആവുകയാണ്. നിങ്ങൾക്കൊരു കോംപ്രമൈസ് ആ വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒന്നിച്ചു പോകാനുള്ള ഒരു ഭാഗ്യമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പൊ ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് ഫിയർ പോവാതെ, കൂടുതലായിട്ടൊരു ഓവർ തിങ്കിങ്ങിലേക്കൊന്നും പോവാതെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു കറണ്ട് എനർജിയിൽ, ഈ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്കുള്ള ഗൈഡൻസ് എന്താണ് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്? You are ready. Abundance. Within the next few weeks ആണ് വന്നിരിക്കുന്നത്. വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. Reconsider. Perfect timing and let go വന്നിട്ടുണ്ട്. Be assertive. A year from now.
മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ട് നൽകുന്ന ഗൈഡൻസിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന യു ആർ റെഡി എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് തന്നെ ഇരിക്കണം. കാരണം നിങ്ങൾ തയ്യാറെടുത്തിരുന്നാലാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത്. അപ്പൊ യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ തയ്യാറെടുത്തിരിക്കൂ. കാരണം നിങ്ങളുടേതായ ലൈഫിൽ നിങ്ങളുടേതായ സമയമാണിത്. ആ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അത് ചിലവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. മറ്റ് ചിലർക്കാണെന്നുണ്ടെങ്കിൽ എ ഇയർ ഫ്രം നൗ ആണ്. എ ഇയർ ഫ്രം നൗ എന്ന് പറയുമ്പോൾ ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ, ഒന്നാമത്തെ വർഷത്തിന്റെ അവസാനമല്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇന്നേക്ക് 1 ഇയറിനുള്ളിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്ട് ആവും. എവിടെയാണോ നിങ്ങൾക്ക് ഒരു അവഗണന കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണോ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ ആരെങ്കിലും നിങ്ങൾ അതിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അതുപോലെ നിങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അതേ വ്യക്തികൾ അല്ലെങ്കിൽ അതേ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പരിഗണന ലഭിക്കാനായിട്ട് പോവാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓവർ തിങ്കിങ് കാര്യങ്ങൾ, നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. അതിനുശേഷം ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. കാരണം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ്, സന്തോഷവും സമൃദ്ധിയുമാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലാണ് എന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ സ്നേഹബന്ധം, ലവേഴ്സ് എന്നുള്ള രീതിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ, അച്ഛൻ, റിലേറ്റീവ്സ്, എങ്ങനത്തെ ഫ്രണ്ട്സ്, എങ്ങനത്തെ എനർജി ആണെങ്കിലും നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാം. നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച കാണിച്ചു നിൽക്കുന്ന വ്യക്തികൾ. അപ്പൊ അത് എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മകനായിരിക്കാം, മകളായിരിക്കാം, അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത്രയും സ്നേഹിച്ച നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരാണ് എന്നുണ്ടെങ്കിലും അവര് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പരിഗണന നൽകുന്ന സമയം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ വിശ്വാസത്തോടു കൂടി തയ്യാറെടുത്ത് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ലെറ്റ് ഗോ ചെയ്യേണ്ട സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന മെഡിറ്റേഷൻ റിങ്സ് ആൻസേഴ്സ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, അതാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് നിങ്ങളുടെ വിജയം. അപ്പൊ നിങ്ങൾ അത്രയും യൂണിവേഴ്സൽ പവറിനെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ നിങ്ങളുടെ വേദനകൾ സമർപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങൾ ഈ കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് മാത്രമല്ല നിങ്ങളത് കേട്ടതും അല്ലെങ്കിൽ കണ്ടതും. അപ്പൊ ആ ഒരു ജീവിതത്തിലെ മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും ലൈഫിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണക്ട് ആവാൻ പോകുന്നവരിലേക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള റീഡിങ്സ് കണക്ട് ആവുകയുള്ളൂ. ഈ ഒരു സമയത്ത് ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അബണ്ടൻസിനായിട്ടും എല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. നമുക്ക് വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ക്ലോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. നിങ്ങളുടെ കറണ്ട് എനർജി വെച്ചിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. റെസനേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ്.